LDF. LDF വരും. MLA പ്രകടനമൊക്കെ ഓക്കെയാണോ? LDF ആണ് സാധ്യത. LDF ആണ് വരേണ്ടതും. LDF ആണ് ഭരിക്കേണ്ടതും. അപ്പോൾ സബ്ജക്ട് ടു ചേഞ്ച് അനിവാര്യ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. LDF. നമുക്കൊന്ന് ഭരണം മാറ്റി കിട്ടണം. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള CPI സ്ഥാനാർത്ഥി തുടർച്ചയായി ജയിച്ചു വരുന്ന കാഞ്ഞങ്ങാട് മണ്ഡലത്തിലാണ് ഇപ്പോഴുള്ളത്. കാസർഗോഡ് ജില്ലയിലെ 4ാമത്തെ മണ്ഡലം. 2008 രൂപീകൃതമായ ഈ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ 3 തവണയും മുൻ റവന്യൂ മന്ത്രിയായിരുന്ന E. ചന്ദ്രശേഖരനാണ് ജയിച്ചു വരുന്നത്. ഇക്കുറി എങ്ങനെയാണ് കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ ചിന്തിക്കുന്നത്? ഇവിടെ ഇടതുപക്ഷം ഭൂരിപക്ഷം കൂട്ടുമോ അതോ UDF മണ്ഡലം ചരിത്രത്തിലാദ്യമായി തിരിച്ചുപിടിക്കുമോ? ഈ കാര്യങ്ങളെല്ലാം വിശദമായി നോക്കണം. നമുക്ക് വോട്ടർമാരുടെ പൾസറിയാം. സി ടൈംസ് ഇലക്ഷൻ റൈറ്റ്. കാഞ്ഞങ്ങാട് LDF സംശയമില്ല. ഭൂരിപക്ഷം കൂടുമോ? ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷം ഉണ്ടായില്ല, ഒരു പകുതി ഭൂരിപക്ഷം ഉണ്ടാവും. ഇവിടുത്തെ MLA പ്രകടനം ഞങ്ങളുടെ നല്ല പ്രകടനം എല്ലാത്തിനും ഉണ്ട്. എല്ലാ മേഖലയിലും അയാൾ വരുന്നുണ്ട്. LDF വരും. MLA പ്രകടനമൊക്കെ ഓക്കെയാണോ? നല്ല പ്രകടനം. അപ്പോൾ ഇപ്പോൾ ചന്ദ്രശേഖരൻ തന്നെയാണോ വീണ്ടും ജയിക്കാൻ വരേണ്ടത്? നമുക്ക് താല്പര്യം തന്നെ. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോഴും UDFനാണ് മുൻതൂക്ക സാധ്യത ഉള്ളത്. കാരണം LDFന് തീരെ വരില്ല എന്നുള്ള ഇതില്ലാന്നുള്ളത്. ഇവിടെ ജയിക്കുന്ന തന്നെ ഇപ്പൊ നേരെ മാറി മറിഞ്ഞ് ഒരുപാട് UDF തരംഗം ഉണ്ടാവും കാഞ്ഞങ്ങാട്. വരുമാനം എല്ലാ ഇപ്പൊ MLA എല്ലായിടത്തും എത്തുന്നുണ്ട്. എന്നാലും പ്രതീക്ഷ ഇപ്പൊ UDF തന്നെ. LDF ആണ് സാധ്യത. LDF ആണ് വരേണ്ടതും. LDF ആണ് ഭരിക്കേണ്ടതും. തൃപ്തിയുണ്ട്. നല്ല പ്രവർത്തനം തന്നെയല്ലേ. എല്ലാറ്റിലും തൃപ്തിയുണ്ട്. നല്ല വികസനമുണ്ട്. UDFന് തന്നെ ചാൻസ് കാണുന്നു. അതെ, അതിപ്പോ ഇനിയില്ലതെല്ലാം UDFന് തന്നെ. കാഞ്ഞങ്ങാട് LDFന് ഭൂരിപക്ഷം കൂടുമെന്ന് അത്ര പെട്ടെന്ന് പറയാ. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനത്തെ പോരാ. ജയിക്കും. കാഞ്ഞങ്ങാട് തീർച്ചയായും UDF ആണ്. ഇപ്രാവശ്യം തീർച്ചയായും MLA ഒക്കെയാണ്, പക്ഷെ അവരെ ഭരണം മൊത്തത്തിൽ മോശം. LDF കൂടും. MLA പ്രകടനം ഓക്കെയാണോ? കാഞ്ഞങ്ങാട് നിലവില് LDFനാണ്. പക്ഷേ പുതിയ ട്രെൻഡിന് സ്വാഭാവികമായിട്ടും ഒരു അനിവാര്യമായ മാറ്റം വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. UDF ജയിക്കാൻ ചാൻസ് ഉണ്ടോ? സാധ്യതയുണ്ട്. പക്ഷെ വലിയ ഭൂരിപക്ഷത്തിന് LDF ജയിക്കുന്നതല്ലേ? അതെ, അതിപ്പം വേറൊരു കാര്യമല്ലേ. ഇവിടുത്തെ രാജ്ഭവൻ ഉണ്ണിത്താൻ MP വലിയ ഭൂരിപക്ഷം നേരത്തെ ജയിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നല്ലോ കാസർഗോഡ് മണ്ഡലം. ഇവിടെ ആരാ ജയിച്ചേക്കുന്നത്? രാജ്ഭവൻ ഉണ്ണിത്താനല്ലേ. അപ്പോൾ സബ്ജക്ട് ടു ചേഞ്ച് അനിവാര്യ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. MLA പ്രകടനം ഓക്കെയാണോ? ഇവിടുത്തെ കുഴപ്പമില്ല. പക്ഷേ ഭരണം മാറാൻ വേണ്ടി ഇവിടെ മാറ്റി ചെയ്യും. ആഗ്രഹിക്കുന്ന ജനങ്ങൾ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യുമ്പോഴും മാറുന്നതാണ് എന്റെ വിചാരം. LDF നല്ല പ്രകടനമാണോ MLA? ഓ അതെ, വീണ്ടും വരും. ഭൂരിപക്ഷം കൂടുമോ കുറയോ? കൂടും. ഇവിടെ LDF ജയിക്കും. ഭൂരിപക്ഷം കൂടുമോ കുറയോ? ഭൂരിപക്ഷം കുറയും. അല്ല, കൂടും. MLA പ്രകടനം ഓക്കെയാണോ? എല്ലാം ഓക്കെയാണ്. അടിപൊളി. വീണ്ടും ഇപ്പോഴത്തെ MLA തന്നെ വരണം. UDF MLA മാറും. ഇവിടെ MLA മോശമാണോ? നല്ല MLA. പിന്നെന്താ അടുത്ത വർഷം മാറി വരും. അതായത് സംസ്ഥാനത്ത് ഭരണം മാറാൻ വേണ്ടി അതിനുവേണ്ടി ഇവിടെയും മാറ്റി ചെയ്യും. അതാണ് നമ്മളെ വിശ്വാസം. LDF ഇവിടെ ഭൂരിപക്ഷം കൂടുമോ? ഭൂരിപക്ഷം കൂടും. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം തീർച്ചയായിട്ടും UDF പിടിച്ചെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാഞ്ഞങ്ങാട് LDF ജയിക്കും. ഭൂരിപക്ഷം കൂടുമോ? ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കും. MLA പ്രകടനം ഓക്കെയാണോ? MLA പ്രകടനം ഓക്കെ. കാഞ്ഞങ്ങാട് LDF മാറില്ല. ഇല്ല. MLA പ്രവർത്തനമൊക്കെ MLA നല്ല പ്രവർത്തനമാണ്. നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി LDF തന്നെ തുടരാൻ. ഭൂരിപക്ഷം കൂടുമോ? ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുണ്ട്. കാഞ്ഞങ്ങാട് പറഞ്ഞെങ്കിൽ ഇപ്പോ ഇത്ര വർഷമായിട്ടും ഭരിക്കുന്നത് LDF ഭരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇപ്രാവശ്യം മാറ്റം വരാൻ ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇപ്പോ ജനങ്ങൾക്ക് കുറച്ചുള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് മുന്നെല്ലാം അങ്ങനെ ഉണ്ടായിച്ചാ. MLA ഇപ്പോഴുള്ള MLA ഒക്കെ തന്നെ മാറാൻ വേണ്ടിട്ട് വേറെ എന്തല്ല.
നമുക്കൊന്ന് ഭരണം മാറ്റി കിട്ടണം. LDF തന്നെ ജയിക്കും, അത് യാതൊരു സംശയമില്ല. ഭൂരിപക്ഷം കൂടും. ഭൂരിപക്ഷം കൂടും. MLA നല്ല പ്രവർത്തനമാണോ? MLA മോശമില്ല, CPIയുടെ MLA ആണ്. ഇതൊക്കെയാണ് കാഞ്ഞങ്ങാട്ടുകാർക്ക് പറയാനുള്ളത്. ഇനി നേരെ തൃക്കരിപ്പൂരിലേക്കാണ്. സി ടൈംസ് ഇലക്ഷൻ റൈഡ് യാത്ര തുടരുകയാണ്. പ്ലീസ് ഫോളോ.